ഹലോ, നമ്മുടെ സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ ഭാഗമായിട്ട് വീട്ടിൽ ജോലി അന്വേഷിച്ചു വന്ന സ്ത്രീയോട് എങ്ങനെ സംസാരിക്കാം ഹിന്ദിയിലും മലയാളത്തിലും, അതായിരുന്നു ലാസ്റ്റ് 2 വീഡിയോ കാട്ടിയത്. അതിന്റെ 3-ാം ഭാഗമാണ് കേട്ടോ ഇന്ന്. വീട്ടിലെ വ്യവസ്ഥകളെല്ലാം മീനയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രംഗമാണ് നമ്മൾ ലാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത്. മീന മെയ്ഡിന്റെ പേരാണ്. അവളൊരു വീട്ടിലേക്ക് പുതുതായിട്ട് ജോലി അന്വേഷിച്ച് വന്നതാണ്. അവിടുത്തെ ടേംസ് കണ്ടീഷൻസ്, അവിടെ എന്തൊക്കെ വേണം, എപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയാണിത്. അപ്പം കഴിഞ്ഞ ഭാഗം കുളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം പറയുന്നത് വന്ന ഉടനെ കൈകാലുകളും മുഖവും കഴുകണം. ആത്തേഹി തുരന്ത് ഹാത്ത് മുഹ് ധോലേന. ആത്തേഹി വന്ന ഉടനെ, തുരന്ത് എന്ന് പറഞ്ഞാൽ ഉടനെ കേട്ടോ. ആത്തേഹി വന്നാൽ ഉടനെ തന്നെ, ഹാത്ത് മുഹ് എന്ന് പറഞ്ഞാൽ കൈയും മുഖവും. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ, മൂഹ് എന്ന് പറഞ്ഞാൽ മുഖം. ധോലേന എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യുക അല്ലെങ്കിൽ കഴുകുക. വന്ന ഉടനെ കൈകാലുകളും മുഖവും കഴുകുക. ആത്തേഹി തുരന്ത് ഹാത്ത് മുഹ് ധോലേന. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ നോക്കണം. ഇപ്പൊ കൈകാലും മുഖമൊക്കെ കഴുകിയാല് ഉടനെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതാ. സബ്സെ പഹലെ നാസ്ത തയ്യാർ കർനെ കാ പ്രയാസ് കരേ. സബ്സെ പഹലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നാസ്ത തയ്യാർ കർനെ കാ. നാസ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം, പ്രാതൽ എന്നൊക്കെ പറയാ. തയ്യാർ കർനെ കാ തയ്യാറാക്കാൻ നോക്കണം. പ്രയാസ് കരേ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി തയ്യാറെടുക്കണം, അതിനു വേണ്ടി പ്രയത്നിക്കണം എന്നൊക്കെയാ. പക്ഷേ നോർമൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങനെ പറയില്ല കേട്ടോ. സബ്സെ പഹലെ നാസ്ത തയ്യാർ കർലേന എന്ന് പറഞ്ഞാൽ അവിടെ ശരിയാണ്. സംസാരിക്കുമ്പോൾ കർലേന ആണ് കൂടുതൽ നല്ലത്. ഇത് എഴുതുമ്പോൾ കുറച്ച് പുസ്തകങ്ങളിലൊക്കെ അച്ചടിക്കുമ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സാറിന്റെ ടിഫിനും മകന്റെ ടിഫിനും ആദ്യം പാക്ക് ചെയ്യണം. സാബ്ക ഔർ ബേട്ടേക്ക ടിഫിൻ പഹലെ പാക്ക് കർ ലേന. സാർ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ആൺ പ്രജ, ഓക്കെ, ഹെഡ് ഓഫ് ദ ഫാമിലി പറയില്ലേ. സാബ് സാബ് എന്ന് പറയുന്നത് സാറിനെ ഹിന്ദിയിൽ ചിലരൊക്കെ സാബ് എന്ന് പറയും. സാബ് ഔർ ബേട്ടേക്ക, സാബിന്റെയും മകന്റെയും, ബേട്ടേക്ക മകന്റെ പുത്രന്റെയും, ടിഫിൻ എന്ന് പറഞ്ഞാല് ടിഫിൻ ബോക്സ്, ഭക്ഷണം പാകം ചെയ്യുന്ന ബോക്സ്. പല പാക്കറിലേന ഏറ്റവും ആദ്യം അവരുടെ രണ്ടിനെ പാക്ക് ചെയ്യണം. സർ 8:15 ഇറങ്ങും. എഗെയിൻ സാറിന് സാബ് എന്ന് പറയുന്നത് സാബ് 8:15. 8:15 8:15. അതിന് ഹിന്ദിയിൽ പറയാ 8:15 കേട്ടോ. 8:15 ബജെ നികലേങ്കി. 8:15 എന്ന് പറഞ്ഞാല് 8 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് 8:15 എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് 7:45 ആവുമ്പോഴേക്കും തയ്യാറാവണം. നാസ്ത 7:45 ബജെ തക് തയ്യാർ ഹോനാ ചാഹിയേ. 7:45 എന്ന് പറഞ്ഞാല് 7:45. 7:45 എന്ന് പറഞ്ഞാല് 8 ആവാൻ 15 മിനിറ്റ് ബാക്കിയുള്ളപ്പം. 8:15 എന്ന് പറഞ്ഞാൽ 8 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് 7:45 ഒന്ന് 7:45. അപ്പം 7:45 എന്ന് പറഞ്ഞാൽ 7:45 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊള്ളണം. കുറച്ചൊക്കെ ഞാനും സഹായിക്കും. തോടാ ബോത്ത് മേ ബി മദത് കരൂങ്കി. ഇവര് സ്കൂളിലെ ടീച്ചറാണ്. ലാസ്റ്റിന്റെ 2 എപ്പിസോഡ് കണ്ടവർക്ക് ഇത് മനസ്സിലാവും. അപ്പൊ അവർക്ക് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുന്നതിന് പറഞ്ഞാൽ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്യും. തോടാ ബോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ, മേ ബി ഞാനും, മദത് കരൂങ്കി ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാനും ചെയ്തു തരും. കാരണം സ്കൂളിൽ പോകണേ ഇവർക്ക് സ്വന്തം തയ്യാറാവണ്ടേ. സ്കൂളിലേക്കുള്ള പരിപാടികളൊക്കെ നോക്കണം, സ്വന്തം കുളിക്കണം, തയ്യാറാവണം, സമയത്തിന് സ്കൂളിലെത്തണം. അപ്പം ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഇവരും സഹായിച്ചു കൊടുക്കാന്ന്. മോന് 9 മണിക്ക് പോയാൽ മതി. ബേട്ടേക്കോ ബസ് 9 ബജെ ജാനാ ഹെ. ബസ് എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതിന് ഉപയോഗിച്ചു. അവിടെ ഒരു മതി കണ്ടോ, അതിന് പകരമാണ് ഇവിടെ ബസ് ഉപയോഗിച്ചത്. ബേട്ടേക്കോ ബസ് 9 ബജെ ജാനാ ഹെ. മോന് 9 മണിക്ക് പോയാൽ മതി. അപ്പം ഏറ്റവും ആദ്യം പോകേണ്ട ഭർത്താവിന്, പിന്നെ മോൻ പോകും, പിന്നെ ഭാര്യ പോകും. അപ്പൊ ഇതൊക്കെ പുതിയ മെയ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, കുറച്ച് ദിവസം വർക്ക് ചെയ്താൽ പിന്നെ അവർക്ക് ഈ റൂട്ടീന് വിളങ്ങ് സെറ്റ് ആവും. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടില്ല. അവന്റെ സ്കൂൾ ബസ് 8:50 എത്തും. ഉസ്ക സ്കൂൾ ബസ്. ഉസ്ക എന്ന് പറഞ്ഞാൽ അവന്റെ, അവൻ എന്ന് പറയുന്നത് ഇവിടെ കുട്ടിയാട്ടോ, കുട്ടിയാണ് സൂചിപ്പിക്കുന്നത്. സ്കൂൾ ബസ്, സ്കൂളിലേക്ക് പോകുന്ന ബസ് 8:50 പറയുന്നത് 8:50 पर आएगी. 8:50 पर आएगी എന്ന് പറഞ്ഞാൽ 8:50 എന്ന് പറഞ്ഞാൽ 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അവന്റെ സ്കൂൾ ബസ് വരും. അപ്പോഴത്തേക്ക് അവനെ തയ്യാറാക്കണം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉസ്കാ സ്കൂൾ ബസ്
8:50 पर आएंगे. അവനെ ബസ്സിൽ കയറ്റി കൊടുക്കണം. ഉസെ ബസ് മേ ചടാനാ ഹെ. ചെറിയ കുട്ടിയാണ്. അപ്പം ആരെങ്കിലും ഒന്ന് ബസ് കൊണ്ടുപോയിട്ട് ബസ്സിൽ കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മളൊന്ന് കൈ പിടിച്ച് അകത്തേക്കാക്കി കൊടുക്കില്ല. അതിനാണ് പറയുന്നത് ഉസ്മേ ബസ് മേ ചടാന. ചടാന എന്ന് പറഞ്ഞാൽ കയറ്റി കൊടുക്കുക. അപ്പം താഴോട്ടിറക്കാണെങ്കിലോ ഉദാഹരണ ഹെ എന്ന് പറയും കേട്ടോ. ഉസേ ബസ് മേ ചടാന ഹെ, അവനെ ബസ്സിൽ കയറ്റി കൊടുക്കണം. ഈ ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാൻ ആരെങ്കിലും ഒന്ന് അവരുടെ കൂടെ പോയിട്ട് ബസ്സിലേക്ക് കയറ്റി വിടുക. അല്ലെങ്കിൽ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കളിച്ച സമയം കളയും. പിന്നെ അല്ലെങ്കിൽ ധൃതി പിടിച്ച് കയറുമ്പോൾ അവർ വീഴാനുള്ള സാധ്യത, ബാഗ് ഉണ്ടാവും, അതുകൊണ്ടൊക്കെ. ഞാൻ 9:15 ഇറങ്ങും. മേ 9:15 पर നികലൂങ്കി. 9:15 എന്ന് പറഞ്ഞാൽ 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ, അപ്പോൾ 9:15. 9:15 സവാ നൗ എന്ന് പറയും. നേരത്തെ നമ്മൾ സവാ 8 പറഞ്ഞില്ലേ, ഇതുപോലെ സവാ നൗ. സവാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാ കേട്ടോ. 9 മണി കഴിഞ്ഞിട്ട് അല്ലെ 8 മണി കഴിഞ്ഞിട്ടുള്ളതിനാണ് സവ എന്ന് പറയുന്നത്. കഴിയുന്നതിന് മുന്നേ 15 മിനിറ്റ് ഇങ്ങോട്ടാണെങ്കിൽ പോനെ എന്ന് പറയും കേട്ടോ. പോനെ 8, പോനെ നൗ അങ്ങനെ പറയാം. അപ്പോഴേക്കും എൻ്റെ ടിഫിനും വെള്ളത്തിന്റെ കുപ്പിയും തയ്യാറാക്കി വെക്കണം. അപ്പൊ ഇവള് 9:15 പോകുമ്പോഴത്തേക്ക് ഇവളുടെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും തയ്യാറാക്കണം എന്നാ പറയുന്നത്. തബ് തക് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും മേര എൻ്റെ ടിഫിൻ ബോക്സും അവർ പാനി കി ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ടിലിനാണ് ബോത്തൽ എന്ന് ഹിന്ദിയിൽ പറയാം. ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ. പാനി കി ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കുപ്പി. തയ്യാർ കർക്കെ രക്തേന, തയ്യാറാക്കി വെക്കണം. എൻ്റെ ടിഫിൻ ബോക്സും വെള്ളത്തിന്റെ കുപ്പിയും ഞാൻ പോകുമ്പോഴത്തേക്ക് തയ്യാറാക്കി വെക്കണം. അതുകൊണ്ടാണ് അവർ പോകുന്ന സമയം ആദ്യം അങ്ങ് പറഞ്ഞത്. 9:50 ആകുമ്പോഴത്തേക്ക് ഞാൻ പോവും. അപ്പോഴത്തേക്ക് എൻ്റെ ഇത് രണ്ടും തയ്യാറായി കിട്ടണം. ഞാൻ പ്രാതൽ കഴിക്കാറില്ല. മേ നാസ്താനേയും കർത്തി. മേ നാസ്ത നേയും കർത്തി. ചിലരൊക്കെ ഇത്ര രാവിലെ ഒന്നും കഴിക്കില്ല. ഒരു 10 മണി 11 മണിയായിട്ട് സ്കൂളൊക്കെ ഇരുന്ന് കഴിക്കും വർക്കിംഗ് ലേഡീസ് അല്ലേ. ഞാൻ പ്രാതൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മേ നാസ്ത നേയും കർത്തി. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, നാസ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, പ്രാതൽ, നെഹി കർത്തി കഴിക്കാറില്ല, ഞാൻ തിന്നാറില്ല. എനിക്ക് ഒരു ഗ്ലാസ് പാൽ തന്നാൽ മതി. ബസ് മുജെ ഏക് ഗ്ലാസ് ദൂദ് ദേന. മുജെ ഏക് ഗ്ലാസ് ദൂദ് ദേന. എനിക്കൊരു ഗ്ലാസ് പാല് തന്നാൽ മതി. ബസ് വിട പിന്നെ അഗെയിൻ മതി എന്നുള്ള ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, മലയാളത്തിൽ വിടാന് പകരാനാണ് ബസ് ഉപയോഗിച്ചിരിക്കുന്നത്. ബസ് മുജെ ഗ്ലാസ് ദൂദ് തന്നെ, എനിക്കൊരു ഗ്ലാസ് പാല് മാത്രം തന്നാൽ മതി, എനിക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഓക്കെ. മുജെ എന്ന് പറഞ്ഞാൽ എനിക്കാണ്. ഗിലാസ് എന്ന് പറയുന്ന ഗ്ലാസിനെ കൊണ്ട് പണ്ടും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദൂത് നിങ്ങൾക്കറിയാം, പാൽ. ദേദേന എന്ന് പറഞ്ഞാൽ തന്നാൽ മതി. ഓക്കെ, എനിക്കൊരു ഗ്ലാസ് പാല് തന്നാൽ മതി. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് രാവിലെ ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അമ്മ കുളിച്ചു വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കണം. അപ്പൊ ഇവരുടെ അമ്മയുണ്ട് വീട്ടില്. അപ്പൊ അമ്മ രാവിലെ കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളായിരിക്കാം. മാ നഹാക്കർ ആയത്തോ ഉനെ നാസ്ത പരോസ്ലേന. മാ എന്ന് പറഞ്ഞാൽ അമ്മ. നഹാക്കറാന എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് വരിക. ഓക്കെ. നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. നഹാക്കർ കുളിച്ചിട്ട്, ആയത്തോ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ, ഉന്നെ അവർക്ക്, നാസ്ത പരോസ്ലേന ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കണം. വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുത്താൽ മതി, അവരെ വിളമ്പ് ഉണ്ടാവും അല്ലെ, എടുത്ത് മുന്നിൽ വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കണം കേട്ടോ, അമ്മ വൃത്തിയുടെ കാര്യത്തിൽ വലിയ കർശനക്കാരിയാണ്. ധ്യാൻ രഖ്ന. ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുന്നതിനാണ് ധ്യാൻ രഖ്ന. അമ്മ മാ സാഫ് സഫായി കോ ലേക്കർ, വൃത്തിയുടെ കാര്യത്തിൽ വലിയ കർശനക്കാരിയാണ്. ബഹോത്ത് സക്ത്. സക്ത് എന്ന് പറഞ്ഞാൽ കഠിനമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവര്, കർശനക്കാരി, ഇതിനൊക്കെയാണ് സക്ത് എന്ന് പറയുന്നത്. ഓക്കെ. ധ്യാൻ രഖ്ന, ശ്രദ്ധിക്കണം. മമ്മി വൃത്തിയുടെ കാര്യത്തിൽ കർശനക്കാരിയാണ്. സാഫ് സഫായിക്കോ ലേക്കർ അല്ലെങ്കിൽ സാഫ് സഫായിക്കോ കെ ബാരേമേ അങ്ങനെയും പറയാം. അവർ രാവിലെ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. അവർ എന്ന് പറയുന്ന അമ്മയെ കൊണ്ടാണ്. വേ സുബ സിർഫ് റൊട്ടി ഖാത്തി ഹെ. സിർഫ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് സിർഫ് എന്ന് പറയുന്നത്. ഓക്കെ. വേ സുബ അവർ രാവിലെ, സിർഫ് മാത്രം, റൊട്ടി മാത്രം എന്ന് പറഞ്ഞാൽ റൊട്ടി മാത്രം, ഖാത്തി ഹെ കഴിക്കുള്ളൂ. ഓക്കെ. വേ സുബ സിർഫ് റൊട്ടി ഖാത്തി ഹെ. എല്ലാ ദിവസവും രാവിലെ അവര് ബ്രേക്ക്ഫാസ്റ്റിന് റൊട്ടി മാത്രമേ കഴിക്കുള്ളൂ. റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിക്ക് ഹിന്ദിയിൽ പറയാ റൊട്ടി. പക്ഷെ ചിലരൊക്കെ ചപ്പാത്തി എന്ന് പറയും. ലൈക്ക് ചില ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ മലയാള സംസാരത്തിൽ ഉൾപ്പെടുത്തുന്ന പോലെ അവരും ചപ്പാത്തി എന്ന് പറയും. പക്ഷെ പ്രോപ്പർ വേർഡ് റൊട്ടിയാണ്. അതും ഫ്രഷ് ആയിട്ട് വേണം. വോ ബി താജാ ഹോനാ ചാഹിയേ. വോ ബി അതും. വോ എന്ന് പറഞ്ഞാൽ അത്, വോ ബി അതും. താജാ ഹോനാ ചാഹിയേ, ഫ്രഷ് ആയിട്ട് വേണം. ഓക്കെ. ഫ്രഷ്. താജ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഒന്ന് ആദ്യം ഉണ്ടാക്കിയ കാസറോൾ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മൂടി വെച്ചിട്ടൊന്നും കൊടുക്കരുത്. അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ പുതിയ ചപ്പാത്തി
ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് പറയുന്നത്. वो भी ताजा होना चाहिए. ഈ ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കില്ലേ, അതിനോട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ആദ്യമേ ഉണ്ടാക്കി വെക്കരുത്. ഇസ്ലിയെ പലേസെ മത് ബനാക്കർ രഖോ. നമ്മൾ രാവിലെ ഒക്കെ സാധാരണ വീട്ടിലെ സ്ത്രീകൾ, വർക്കിംഗ് ലേഡീസ് ഒക്കെ ഉള്ളടത്ത് എസ്പെഷ്യലി രാവിലെ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ഉണ്ടാക്കി വെക്കും, ഉച്ചക്കത്തേക്കും കൂടി ഉള്ളത്. അപ്പം ചപ്പാത്തി ഒന്നും ഇവർക്ക് വേണ്ടി ആദ്യം ഉണ്ടാക്കി വെക്കരുത്. ഇവർ വന്നിരിക്കുമ്പോൾ പുതിയത് ഉണ്ടാക്കി കൊടുക്കണം. ഇസ്ലിയെ അതുകൊണ്ട് പലേസെ ആദ്യം മുതലേ മത്ത് ബനാക്കർ രക്തേന രഖോ. മത്ത് ബനാക്കർ രഖോ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കി വെക്കരുത്. പലേസെ എന്ന് പറഞ്ഞാൽ ആദ്യമേ അല്ലെങ്കിൽ മുമ്പേ ഉണ്ടാക്കി വെക്കരുത്. ഇത് കുറച്ച് മുമ്പേ ഉണ്ടാക്കി വെക്കരുത്. ഇസ്ലിയെ പലേസെ മത്ത് ബനാക്കർ രഖോ. മുമ്പേ ഉണ്ടാക്കി വെക്കരുത്, അന്നേരം ഉണ്ടാക്കി കൊടുത്താൽ മതി. തണുത്താൽ അവർ ഒട്ടും കഴിക്കില്ല. വേ ടണ്ടി റൊട്ടി ബിൽക്കുലിനെ ഖായേഗി. വേ എന്ന് പറഞ്ഞാല് അവർ, ബഹുമാനത്തോട് പറയുന്നതാണ്, അമ്മയല്ലേ, അല്ലെങ്കിൽ ബഹു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വേ എന്ന് പറയുമ്പോ അവർ. ടണ്ടി റൊട്ടി തണുത്ത റൊട്ടി, തണുത്ത ചപ്പാത്തി. ബിൽക്കുലിനെയും ഖായേഗി. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീരെ എന്നുള്ള, തീരെ കഴിക്കില്ല. അപ്പാണ് ബിൽക്കുലിനെങ്കി. അപ്പൊ ബിൽക്കുൽ ഇല്ലെങ്കിലോ ടണ്ടി റൊട്ടി നെയും കഴിക്കുന്ന അവരും തണുത്ത റൊട്ടി കഴിക്കില്ല, മറ്റേത് ഒട്ടും കഴിക്കില്ല എന്നാവും. കൂടെ ഒരു കപ്പ് ചൂട് ചായയും കൊടുക്കണം. സാത്ത് ഏക് കപ്പ് ഗരം ചായ ബി ദേ ദേന. സാത്ത് എന്ന കൂടെ ഏക് കപ്പ് ഒരു കപ്പ് ഗരം ചായ ബി ദേ ദേന, ചൂടുള്ള ചായയും കൂടി കൊടുക്കണം. അപ്പൊ ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ അവർക്ക് ഒരു കപ്പ് ചായയും ചൂടുള്ളത് വേണം. ഇതൊക്കെ ഈ മെയ്ഡിനോട് ഇപ്പം പറയേണ്ടി വന്ന ഷിസ്നിയോ, അവർ പുതിയതാണ്. അപ്പൊ അവർക്ക് ഒന്നും അറിയില്ല, വീട്ടിലെ റൂട്ടീൻസ് ഒന്നും അറിയില്ല അവർക്ക്. അപ്പൊ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആദ്യത്തെ ദിവസം ഈ സ്ത്രീ ജോലിക്ക് പോകാൻ നോക്കുന്നത്. ഓക്കെ. സാത്ത് ഏക് കപ്പ് ഗരം ചായ ബി ദേന, കൂട്ടത്തിൽ ഒരു കപ്പ് ചൂട് ചായ പോലും കൂടി കൊടുക്കണം. ഓർക്കണം പഞ്ചസാര ഇടരുത്. അപ്പം അടുത്ത കണ്ടീഷനാണ് അമ്മയ്ക്ക് ചായ കൊടുക്കുമ്പോൾ യാദ് രഖേക്കി ചീനി നീ മിലാനി ഹെ. യാദ് രഖേക്കി എന്ന് പറഞ്ഞാല് ഓർക്കണം, നീ ഓർത്ത് വെക്കണം. എന്ത്? ചീനി നീ മിലാനി. ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര, നെഹി മിലാനി ഇടരുത്. മിലാന എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുന്നതിനായിട്ട്. ചായയിലൊക്കെ ഇട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിളക്കൂലെ, അത് ആ മിക്സിംഗ് ആണ് മിലാനി എന്ന് പറഞ്ഞാൽ. ചീനി മിലാനി എന്ന് പറഞ്ഞാൽ എന്താ? ചായയില് പഞ്ചസാര ഇടരുത് എന്ന് പറഞ്ഞാൽ ഫീക്ക ചായ്. ഫീക്ക ചായ് എന്ന് പറഞ്ഞാൽ മധുരമില്ലാത്ത ചായക്ക് കേട്ടോ ഫീക്ക ചായ് എന്ന് പറയുന്നത്. യാദ് രഖേക്കി ചീനി മിലാനി. ഓർത്ത് വെച്ചോളൂ, അമ്മയുടെ ചായയില് പഞ്ചസാര ഇടരുത്. അതിനുശേഷം നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. അപ്പൊ അമ്മയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നീ കഴിച്ചോളൂ. ഉസ്കെ ബാദ് ആപ്പ് നാസ്ത കരേ. ആപ്പ്ന്ന് നീക്ക് പകരം ഒരു ആപ്പ് ഉപയോഗിച്ച കണ്ടോ. കാരണം ഹിന്ദി ഒരു റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ആണ്. നീ എന്നുള്ളത് ഹിന്ദിക്കാര് അധികം അവർ അവോയ്ഡ് ചെയ്യുന്നൊരു വേർഡാണ് നീ, നിങ്ങൾ നോക്കാം. അവരെപ്പോഴും മാക്സിമം ആപ്പ് എന്നുള്ള വേർഡാണ് അവർ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ അവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉസ്കെ ബാദ് ആപ്പ് നാസ്ത കരേ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. അമ്മയെ മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കണേ. മാക്കോ ദവാ ലേനേക്കലെ യാദ് ദിലാന ഹെ. മാക്കോ അമ്മ, ദവാ ലേനേക്കലെ, ദവാ എന്ന് പറഞ്ഞാൽ മരുന്ന്, ലേനേക്കലെ മരുന്ന് കഴിക്കാൻ, യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക. ഓർമ്മിപ്പിക്കുന്നതിനാണ് നമ്മൾ പറയാ യാദ് ദിലാന. യാദ് ദിലാന ഹെ, യാദ് ദിലാന ഹെ. ആ ദി അവിടെ കേൾക്കുള്ളൂ കേട്ടോ. യാദ് ദിലാന ഹെ, ഈ രണ്ട് ദായും കൂടി ഒരുമിച്ച് പറയുമ്പോഴേ നമുക്ക് തോന്നുക യാദ് ദിലാന ഹെ. മാക്കോ ദവാ ലേനേക്കലെ. ദവ എന്ന് പറഞ്ഞാൽ ദവായി, മരുന്ന് എന്നിട്ടോ, ദവ എന്നും പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്